വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ്. നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, കുറച്ചധികം ബിസി ആയി പോയിട്ടോ. അപ്പോൾ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും. എന്തായാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് റിലേറ്റഡ് ഒരു കണ്ടന്റ് തന്നെയാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇത്രയും നാളായി എന്നറിയാം. സ്റ്റിൽ എന്താ പറയുക, നമ്മുടെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ആള് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഇത്രയധികം ചർച്ച ചെയ്ത വേറെ ഒരു വ്യക്തി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. സോ ആ ജാസ്മിൻ ജാഫറിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അത് ആക്ച്വലി എന്താ പറയുക, ഇത്രയും കാലം കൂടിയിട്ട് ഇപ്പോഴാണ് ആൾ ഒരു ഓൺലൈൻ മീഡിയക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് കണ്ടത്. അത് ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താ ചെയ്യാം, ഇന്നിപ്പോ മൂന്നാമത്തെ പാർട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ടും ടു ബി കണ്ടിന്യൂഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതിങ്ങനെ ഒരു സീരീസ് പോലെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കണ്ടത് വരെയുള്ളത് റിയാക്ട് ചെയ്ത് വിട്ടേക്കാം. സോ ചില കാര്യങ്ങൾ കണ്ടപ്പം എന്താ പറയുക, പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും നമ്മൾ കണ്ടിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്, അല്ലെ? ഒരു 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം ഷോ ആണ്. അവിടെ എല്ലാവരും തന്നെ ഗെയിമിന് വേണ്ടി വന്നതാണ്. അതിൽ 100 ദിവസം ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ഇതൊരു ബിഗ് ബോസ് ഒരു ഷോ ആണെന്നും ഇവിടെ ഒത്തിരി ക്യാമറകൾ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടെന്നും കോടാനുകോടി ജനങ്ങൾ നമ്മളെ കാണുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ മറന്നുപോകും എന്നുള്ളത് ഒരു വാസ്തവമാണ്. പലരും എക്സ്പോസ്ഡ് ആയി പോവാറുണ്ട് അവരുടെ റിയൽ ഫേസ് കണ്ടിട്ട്. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതുവരെയുള്ള സീസൺസിനിടയിൽ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെ? സോ എന്തായാലും നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ വിഷയത്തിൽ വരുന്ന സമയത്ത് ആളുടെ ഒരു ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങൾ ആള് എന്താ പറയുക, സ്വയം ന്യായീകരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാണുന്നവരുടെ കണ്ണിലാണ് മഞ്ഞ, ഞാൻ ചെയ്തതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആളുടെ ഒരു ഇന്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ചില കാര്യങ്ങളൊന്നും നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല, അല്ലേ? തെറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവാന്നുള്ളത് മാത്രമേ അതിലുള്ള ഒരു കാര്യമുള്ളൂ. ഇത് അൾട്ടിമേറ്റ്ലി ഒരു ഷോ മാത്രമായിരുന്നു. സോ അതിനെ ആ ഒരു സെൻസിൽ എടുത്തിട്ട് അങ്ങ് വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം അതിന് മാത്രം ഒരു സൈബർ അറ്റാക്ക് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. മേ ബി ആ ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാസ്മിന്റെ ഫാമിലിക്കായാലും അതെ, ജാസ്മിനെതിരെയും ഭയങ്കരമായിട്ട് ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ ഇറങ്ങിയ സമയത്ത് എന്തായാലും അത്രയധികം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. മേ ബി ആ ഒരു എന്താ പറയുക, ആദിത്യയുടെ ഒരു സൂയിസൈഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ പ്രശ്നങ്ങൾ നടക്കായിരുന്നു. അപ്പം എന്താ പറയുക, സ്വാഭാവികമായിട്ട് ജാസ്മിനോട് ഒരു സെന്റിമെന്റ്സ് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പോരാത്തതിന് ആള് മീഡിയ എന്നെല്ലാം ഒരുവിധം മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് അത്രയധികം ഒരു സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും ആളുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിൽ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ആൾ പറയുന്നുണ്ട്. കുറെ അലിഗേഷൻസ് ആണ്. ആര്യ ബഡായിക്കെതിരെ, നമ്മുടെ സിബിനെതിരെ, അഫ്സലിനെതിരെ, വിവിക്കെതിരെ, അങ്ങനെ കുറെ ആൾക്കാരെ എന്താ പറയുക, എല്ലാവരും പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തെന്ന് വീണ്ടും ജാസ്മിൻ തുടങ്ങിയിട്ടിരിക്കുകയാണ്. സോ ഇനി ആരൊക്കെ ഇതിനൊക്കെ പ്രതികരണമായിട്ട് വരുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ജാസ്മിൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ആളുടെ പേഴ്സണൽ ലൈഫിനെ എടുത്തിട്ടൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. ആളുടെ ഷോയിൽ നിന്നിട്ട് പറഞ്ഞ കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്ന കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളും അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരാളുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് എന്തായാലും അറിയില്ലല്ലോ, അല്ലെ? സോ ആളുടെ ഒരു ഗെയിം ഉള്ള നിലക്ക് മാത്രമേ ഞാൻ ജാസ്മിൻ ജാഫറിനെ ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളൂ. ആളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഒപ്പീനിയൻ പറയാനോ ആൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും നമുക്കൊന്നും അഭിപ്രായം പറയാനില്ല. ആൾ ഗെയിമിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലവ് കോംബോ കിട്ടാൻ ശ്രമിക്കുന്നത് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. അത് ആളുടെ ഒരു എന്താ പറയുക, ഗബ്രി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അത് എന്താ പറയുക, കോംബോ എന്ന് പോലും ആളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അതിനകത്ത് വെച്ചിട്ട് തന്നെ ഒരു ക്ലാരിറ്റിയിൽ അവർ എത്തിയിരുന്നെങ്കിൽ മേ ബി ഈ ഒരു ഗെയിമിൽ അവർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, ക്ലാരിറ്റി ഇല്ലാത്തതാണ് നിങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അതേ ഒരു ഡയലോഗ്, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അവിടെ അവരെ കണ്ട ഏതോ ഒരു കൗൺസിലിംഗ് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് പ്രശ്നം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ്, ഈ അഫ്സൽ എന്ന് പറയുന്ന ഒരാളെ എനിക്കൊന്നും ഇതിനു മുമ്പേ എവിടെയും കേട്ടിട്ട് ഒരു പരിചയമില്ല കേട്ടോ. ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരാളെ തന്നെ നമ്മൾ ആ ഒരു വൈറ്റനിങ് ക്രീമിന്റെ ഒരു ഇഷ്യൂ വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബർ ഉണ്ടെന്ന് പോലെ അറിയുന്നത്. ഞാൻ ആക്ച്വലി ബ്യൂട്ടി വ്ളോഗ്സ് ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. സോ ആ ഒരു സമയം കഴിഞ്ഞ് പിന്നെ നമ്മുടെ അസ്ലാം അർലി ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ വന്ന സമയത്താണ് കുറച്ചെങ്കിലും ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞത്. അതിനു മുമ്പേ ആളുടെ ഒരു വ്ളോഗ്സ് ഒന്നും കാണുന്ന ഒരാളല്ല. സോ ആളുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്നോ ഏതാണെന്നോ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആളിപ്പോ ഈ ഒരു ഷോയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒന്ന് രണ്ട് ഓൺലൈൻ മീഡിയാസിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഗോസിപ്പ് ചാനൽസ് എല്ലായിടത്തും ഉണ്ടല്ലോ, യൂട്യൂബിലും ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കുറച്ചൊക്കെ വളരെ വൾഗറായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ കുറച്ചൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി അതൊരു ഗെയിം ഷോ മാത്രമാണ്. അവരവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് വേറൊരു മീനിങ് എടുത്ത് വേറൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ള കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ജസ്റ്റ് ഒരു തംബ്നെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടന്റ് വൈസ് അതിന്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും കാണുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇവരും കാണുന്നുള്ളൂ, അല്ലേ? അവർക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണുന്നുണ്ടോ? ഇല്ലല്ലോ.
സോ അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായാലും ഇവര് ആ ഒരു ഷോയിൽ വന്നിട്ട് ഇത്രയധികം ഒരു ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ ഒന്നും തോന്നിയില്ല, ഒരു ലവേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ അവർ കൺഫേം ചെയ്തതുമില്ല എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പോരാത്തതിന് ആൾക്ക് പുറത്ത് ഒരാൾ ആയിട്ട് കമ്മിറ്റഡ് ആണ് എന്നുള്ള ഒരു സംഭവം കൂടി വന്നതോടുകൂടിയാണ് ഇത്രയധികം ജാസ്മിനെ നെഗറ്റീവ് അടിച്ചത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു കാര്യം നമ്മൾ ആരെങ്കിലും യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. ജാസ്മിൻ തന്നെ ആ ഒരു ഷോയിൽ വന്നിട്ട് ഗബ്രിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ കമ്മിറ്റഡ് ആണ്, എനിക്ക് ഇന്ന ഒരാളായിട്ട് ആ ഒരു പേര് പോലും അവിടെ കൃത്യമായിട്ട് പറയുന്നത് ജാസ്മിൻ തന്നെയാണ്. വേണമെങ്കിൽ ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ ആ ഒരു എന്താ പറയുക പേര് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് കാണിക്കാമായിരുന്നു, അതും ചെയ്തില്ല. അവരും ആ ഒരു ആളുടെ പേരെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ആ എന്റെ യൂട്യൂബൊക്കെ കാണാൻ ഏൽപ്പിച്ചത് എന്റെ ഒരു ഫ്രണ്ട് വിവീനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ആ ഷോയിൽ തന്നെ പേര് പറയുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പോൾ എന്തിനാ ഇവരുടെയൊക്കെ പേര് ഇതിലേക്ക് വലിച്ചഴക്കുന്നത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ചാനലിനെങ്കിലും അറ്റ്ലീസ്റ്റ് അത് മ്യൂട്ട് ചെയ്ത് കാണിക്കാമായിരുന്നു, അതുപോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഈ ഒരു വിഷയത്തിലേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ ഒരു അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റും? എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഷോയിൽ വന്നിട്ട് ജാസ്മിൻ പറഞ്ഞതിൽ പിന്നെയാണ് ഈ അഫ്സൽ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞത്. എന്തായാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെയാണ് എന്താ പറയുക അഫ്സലിന് ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്തായാലും ഇപ്പൊ വന്നിട്ട് ഇന്റർവ്യൂല് ജാസ്മിൻ പറയുന്നത് കേട്ടു അഫ്സൽ ചെയ്തതൊന്നും ശരിയായില്ല, ആൾക്ക് ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. അതപ്പം നമ്മളും കണ്ടിരുന്നു അല്ലെ, അഫ്സലിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ജാസ്മിൻ വന്നിട്ട് പ്രതികരിക്കുള്ളൂ, ജാസ്മിൻ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ അഫ്സൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും ആൾക്ക് ഈ എന്താ പറയാ ഈ സൈബർ ബുള്ളിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏത് മനുഷ്യനായാലും ഓട്ടോമാറ്റിക്കലി പ്രതികരിച്ചു പോകുന്നുള്ളതാണ്. പക്ഷെ ആളുടെ ഒരു എന്താ പറയുക പ്രൈവറ്റ് ചാറ്റ്സ് ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അത് അഫ്സലായാലും അതെ ജാസ്മിൻ ആയാലും അതെ. ജാസ്മിൻ മുന്നേ നമ്മുടെ അസ്ലാം അർലി ആയിട്ടുള്ള ഇഷ്യൂനെ നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വോയിസ് ക്ലിപ്സ് ഒക്കെ അവർ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് വളരെ ക്ലോസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്ക എല്ലാവരുടെയും മുമ്പിൽ ഒരു ഇട്ടുകൊടുക്കുന്ന ഒരു പരിപാടി, അതിനോടൊന്നും എനിക്കൊട്ട് യോജിപ്പില്ലാത്ത പരിപാടിയാണ്. സോ അതേ സംഭവം തന്നെയാണ് ഇവിടെ അഫ്സലും എടുത്തിട്ട് ചെയ്തത്. ഒരിക്കലും എന്താ പറയുക അവർ അത്രയധികം ഡീപ്പായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആള് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഓഫ്കോഴ്സ് ജാസ്മിൻ അത് ബ്രേക്ക് ചെയ്തിന് അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ എന്നാലും ആള് പുറത്ത് നിന്ന് ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് അവള് പറയുന്നത് പോലെ അവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയെങ്കിലും കാണിക്കാമായിരുന്നു. ഒരു സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രൈവറ്റ് ചാറ്റ്സ് ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കിയതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. സോ അതർവൈസ് ആള് ഈ ഒരു എന്താ പറയുക ആള് ഒരുപാട് ഇഷ്യൂ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ഫാമിലി വരെ ഇതിനെ കൊണ്ട് ഒരുപാട് അനുഭവിച്ചു എന്ന് ആള് തന്നെ പറയുന്നുണ്ടായിരുന്നു. സോ അത്രയധികം ഒരു ഇഷ്യൂയിലേക്ക് പോയത് ജാസ്മിന്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ജാസ്മിൻ തന്നെയാണ് ആ ഒരു ഷോയിൽ വന്നിട്ട് അഫ്സലെ ഞാൻ കമ്മിറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജാസ്മിന്റെ ഫാമിലി ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അല്ലെ. അതിന്റെ ഇടയിൽ വാപ്പ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അതിൽ ആ ഒരു ഇന്റർവ്യൂല് ജാസ്മിൻ പറയുന്നിട്ട് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു എന്താ പറയാ അവനവന്റെ ഉപ്പക്ക് ഇന്നതാണ് അസുഖം. ജാസ്മിൻ തന്നെ ആ ഒരു ഷോയിൽ പറയുന്നുണ്ടായിരുന്നു ഉപ്പക്ക് ഹാർട്ടിന് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ തന്നെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഇപ്പോഴും ആ ഒരു ഇന്റർവ്യൂല് എന്തോ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു സംഭവം പറയുന്നത് കേട്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് കൃത്യമായിട്ട് വ്യക്തമായില്ല. സോ എന്തായാലും ആൾ ആ ഒരു ഷോയിലേക്ക് വിളിക്കുന്നു, വാപ്പ വിളിച്ചിട്ട് പറയുന്നു എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കാണിക്കുന്നില്ല. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഒരു ജാസ്മിനെ നമ്മൾ കാണുന്നത് കംപ്ലീറ്റ്ലി വേറെ ഒരാളായിട്ടാണ്. അയ്യോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കരയുന്ന ഒരു ജാസ്മിനെ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണല്ലേ. സോ ഇതൊക്കെ വന്നിട്ട് എന്താ പറയാ ഒരുപാട് ക്ലൂസ് കൊടുത്തിട്ടും ഹിന്റ് കൊടുത്തിട്ടും ജാസ്മിൻ ഗബ്രി ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ഇത്രയധികം ഒരു നെഗറ്റീവ് അടിച്ചത്. മേ ബി ആ ഒരു കോംബോ എന്താ പറയുക രണ്ടുപേരും ഇൻഡിവിജ്വലായി നിന്നിരുന്നെങ്കിൽ നല്ല സ്ട്രോങ് പ്ലേയേഴ്സ് തന്നെയായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെങ്കിൽ ഒരു രണ്ട് സ്ട്രോങ് പ്ലേയേഴ്സ് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത വിധത്തിൽ അത്രയും സ്ട്രോങ് ആയി പോവാണ് സാധാരണ ഉണ്ടാവുക. ഇത് പക്ഷെ നേരെ ഓപ്പോസിറ്റ് അവർ രണ്ടുപേരുടെ ഗെയിം ഡൗൺ ആയി പോവാന്ന് ചെയ്തതല്ലേ ഒരു കോംബോ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ പറയുന്നത് നമ്മുടെ ആര്യയുടെ ഒരു കേസ്, ആര്യ വന്നിട്ട് എന്നെ എല്ലാവർക്കും ഇടയിലേക്ക് ഇട്ടുകൊടുത്തു, എന്റെ വാപ്പന്റെ ഫോൺ കോൾ വരെ പബ്ലിക് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യക്കെതിരെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതെന്തായാലും ആര്യ പ്രതികരിക്കുമായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആര്യ ഇത്രയധികം സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾ എന്നെ ഇതിനുവേണ്ടി ഇട്ടുകൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു നിലക്കൊക്കെ ജാസ്മിൻ സംസാരിക്കുന്നത് കേട്ടു. സോ അത് എന്തായാലും ആര്യയുടെ സൈഡ് ആര്യ ക്ലിയർ ആയിരിക്കും, അതായത് മേ ബി അത് റെസ്പോണ്ട് ചെയ്യായിരിക്കും തന്നെ എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നമ്മളും കുറെ കേട്ടതാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ആള് എന്താ പറയുക സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആളുടെ പേഴ്സണൽ ഹൈജീനെ പറ്റി പറയുന്ന കാര്യങ്ങൾ അതൊന്നും സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ആള് ആക്സെപ്റ്റ് ചെയ്യുന്നതേ ഇല്ല ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത്. ആർക്കോ വേണ്ടി പറയുന്നു ആ ശരി ചായയിൽ തുമ്മിയത് ഞാൻ തെറ്റ് തന്നെയാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആരും കണ്ടില്ല, ഇതിന് ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യമാണ്. അവള് പറയുന്നത് അത് ഞാനൊരു ഫണ്ണായിട്ട് പറഞ്ഞു, മേ ബി ഫണ്ണായിട്ട് പറഞ്ഞതായിരിക്കും. ഇപ്പോഴായാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ചെയ്തത് തെറ്റാണ് അല്ലെ. എന്തൊക്കെ ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പേര് നിൽക്കുന്ന ഒരു വീട്ടിൽ അതും എന്താ പറയുക ഇതുപോലത്തെ ഒരു ഷോയില് ഇത്ര ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഒരു ചായയിലൊക്കെ തുമ്മ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ സത്യം പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ആണ്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര
ബുദ്ധിമുട്ട് പോലെയാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. ആള് പറയുന്നത് ഞാൻ മാത്രമൊന്നുമല്ലല്ലോ ഇതൊക്കെ ചെയ്തത്, ഈ ചപ്പാത്തിയിൽ തുമ്മിയ ആൾക്കാരുണ്ട്, ഇതൊന്നും എടുത്തിട്ട് ബിഗ് ബോസ് കാണിച്ചില്ല എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു. ആരൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവിടെ ചർച്ചയായത് എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫറിന്റെ ഒരു ഹൈജീൻ ഇഷ്യൂ തന്നെയാണല്ലേ. ആള് ചെരുപ്പിടാതെ നടക്കുന്നു, ചെരുപ്പിടാതെ ടോയ്ലറ്റിൽ പോകുന്നു, അതേ കാലിന്റെ നഖം കടിക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്റെ ദൈവമേ, അതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, എന്തോ അയ്യേ എന്ന് തോന്നുന്നില്ലേ? ആ ഒരു സംഭവം തന്നെ അതുവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യാത്ത ആൾക്കാരുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാലിന്റെ നഖം കടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. നമ്മൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഇത് എന്നൊക്കെയാണ് പറയുന്നത്. കാല് അത്രയും പൊട്ടിപ്പൊളിഞ്ഞിരിക്കായിരുന്നു, എനിക്ക് അവിടെ നഖം മുറിക്കാൻ വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അവരവിടെ അതിനുള്ള ഒരു സൗകര്യവും ചെയ്തു തന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് കാലിന്റെ നഖം കടിച്ചു മുറിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. സോ എന്നിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ, ഞാൻ മാത്രമല്ലല്ലോ, എന്നെ മാത്രം ഒരു ചാനൽ വളരെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ പറയാ, എന്റെ കാര്യങ്ങൾ മാത്രം, എന്റെ നെഗറ്റീവ്സ് മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള നിലക്കാണ് ജാസ്മിൻ സംസാരിച്ചു വെക്കുന്നത്. ഓഫ് കോഴ്സ് ചാനലുകാര് അവരുടെ റേറ്റിംഗിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജാസ്മിൻ അവിടെ കാണിച്ചത് കൊണ്ടാണല്ലോ ചാനലുകാർക്ക് എടുത്തിട്ട് കാണിക്കാൻ വേണ്ടി പറ്റിയത്. അല്ലെ, ഇങ്ങനെ ഒരു സംഭവം ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കോസ്മിൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു കോംബോ വർക്ക്ഔട്ട് ആയില്ല. അതിന് പല പല ക്ലൂസ് കൊടുത്തു. മീൻസ് ബാപ്പയായാലും വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ സായി കയറിയപ്പം സായിയും ഒരുപാട് ഹിന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. എന്നിട്ടും ഒന്നും ജാസ്മിൻ മാറുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഇത്രയധികം ഒരു നെഗറ്റീവായി മാറിയത് ജാസ്മിൻ. അല്ലെങ്കിൽ ഒരു ജാസ്മിൻ സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു. അല്ലാന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു. ആ ഒരു കോംബോ കാരണം മാത്രമാണ് ഇവർ ഇത്രയധികം എന്താ പറയുക നെഗറ്റീവായി പോയതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കോംബോനെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. കാരണം ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടും അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവർ ചേഞ്ച് ചെയ്യാൻ ഒട്ടും റെഡിയായില്ല. എല്ലാവരും കൂടെ ഞങ്ങളെ കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഗബ്രിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇത് 24/7 കാണുന്ന നമ്മൾ എന്തായാലും അത്രയധികം എന്താ പറയുക ജാസ്മിനെ കോർണർ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവർ രണ്ടുപേരും ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഇവരുടേതായ ഒരു ലോകത്തായിരുന്നു. ബാക്കിയുള്ളവർ ഇവരെ പറ്റി ചർച്ച ചെയ്യാൻ പോലും മടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് അടിക്കുമെന്ന് അവർക്ക് പേടിയായിരുന്നു. ഒരു കോംബോ ഉള്ള സമയത്ത് ആ കോംബോനെതിരെ സംസാരിക്കുന്നവരെ പ്രേക്ഷകർ സാധാരണ വെറുക്കുക തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. ഇവര് രണ്ടുപേരും ഇവരുടേതായ ഒരു ലോകത്ത് ആ ഒരു വാഴത്തോട്ടത്തിൽ എപ്പോഴും അല്ലെങ്കിൽ ആ സ്കീ കോർണറിൽ കാണുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അധികവും ആ വാഴത്തോപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും. സോ അവരെ ബാക്കിയുള്ളവർ കോർണർ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സംഭവം എനിക്കത് കുറേയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവരും കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇവർ രണ്ടുപേരും ഫുൾ ടൈം ഇങ്ങനെ മാറിയിരിക്കുകയും അത് എന്താണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ പോലും ചോദിച്ച സമയത്ത് പോലും ഇവർക്ക് അതിനൊരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അവിടെയാണ് എല്ലാം കൂടി തകിടം മറിഞ്ഞു പോയത്. ഇവർ രണ്ടുപേരും ഇവരുടേതായ ഒരു ലോകത്തായി പോയപ്പോഴാണ് പലരും എന്താ പറയുക ജോലി ചെയ്യാൻ വിളിക്കുമ്പോൾ ജാസ്മിൻ വരാതിരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് എല്ലാവരും കൂടി ഇവരെ എടുത്തിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അല്ലാതെ ഇവരെ കോർണർ ചെയ്യുന്നത് പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡേ 2 മുതൽ തന്നെ ജാസ്മിൻ ഗബ്രിയുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ന്യായീകരണങ്ങൾ ജാസ്മിൻ പറഞ്ഞതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓഫ് കോഴ്സ് അവിടെ ഭൂരിഭാഗം ആൾക്കാരും ജാസ്മിൻ എതിരെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രോങ് പ്ലെയേഴ്സ് ആരാണോ അവർക്കെതിരെയാണല്ലോ എല്ലാവരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അല്ലെ, ജാസ്മിനും അവിടെ ജിൻഡോനെതിരെയൊക്കെ തന്നെയായിരുന്നില്ലേ കളിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ജിൻഡോനെതിരെ തന്നെയായിരുന്നു അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ജാസ്മിൻ ആയാലും അതെ. ഒരു കാലത്ത് റോക്കിനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന സീൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. റോക്കി അവിടെ ചെന്നിട്ട് സ്കീ കോർണറിൽ അവിടെ ഇടിക്കുന്നതും ഒക്കെ അല്ലേ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എന്താ പറയുക ബാക്കിയുള്ളവരെ മാക്സിമം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും അതൊക്കെയാണ് ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തത്. ആക്ച്വലി ഒരാൾക്ക് ഒരാൾ നിൽക്കുക, ജാസ്മിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗബ്രി സംസാരിക്കുക, ഗബ്രിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജാസ്മിൻ സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരെല്ലാം കോർണർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരവും പ്രവൃത്തിയായിരുന്നു ഇവർക്ക് അതിന്റെ അകത്തുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും ചേർന്ന് ഇവർക്കെതിരെ കളിക്കാനുള്ള ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു ന്യായീകരിച്ച് മെഴുകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താ പറയുക സ്വയം വെളുപ്പിക്കാന്നൊക്കെ പറയില്ലേ. എന്തായാലും ഇനി അതിന്റെ ഒരു പാർട്ടും കൂടെ വരാനുണ്ട്. ഒരു ടു ബി കണ്ടിന്യൂഡ് ആണ്. മേ ബി ഇനി എല്ലാവരും എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അടുത്ത പാർട്ട് വരുന്നത്. സോ ഇനി അടുത്ത പാർട്ടിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിവിടെ കഴിഞ്ഞു. ബിഗ് ബോസ് ഓൾറെഡി കഴിഞ്ഞു. ആ ഒരു ഷോ ഒരു ഗെയിം ഷോ മാത്രമായിരുന്നു. അതിൽ കണ്ട കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക ലൈഫിലേക്ക് കൊണ്ടുവന്നത് ജാസ്മിൻ തന്നെയായിരുന്നു. ഈ ഒരു ഗെയിമിൽ കൂടുതലായിട്ടും ലൈഫിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതും ജാസ്മിനാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇത്രയധികം ക്ലൂസ് കിട്ടിയിട്ടും അത് മനസ്സിലാക്കാതെ എന്താ പറയുക കളിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള, നിങ്ങൾ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. സോ അതിന്റെ ഒരു കോൺസിക്വൻസസ് ആണ് ആൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എനിക്ക് കമന്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചേട്ടാ.